സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിരുന്നു. എന്തായാലും ഒരു സ്ത്രീ താരസംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിർമ്മാതാക്കളുടെ സംഘടന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിലെ ഒരു പോരാട്ട മുഖമായിരുന്നു സാന്ദ്ര പരാജയപ്പെട്ടു എങ്കിൽ പോലും വോട്ട് നേടാനായി എന്നത്, കുറേയധികം വോട്ട് നേടാനായി എന്നത് ആശ്വാസമാണ്. അതൊരു വിജയത്തിന് തുല്യമാണ് എന്നത് സാന്ദ്ര പറയുന്നു. ഒപ്പം തന്നെ പോരാട്ടം തുടരുമെന്നും സാന്ദ്ര പറഞ്ഞു. ഫിലിം ചേംബർ ഭരണസമിതിയിലേക്ക് മത്സരിക്കും എന്നതാണ് സാന്ദ്ര ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വാർത്ത, സാന്ദ്രയെക്കുറിച്ചുള്ള വാർത്ത എടുക്കുന്നത് ആ പശ്ചാത്തലത്തിലല്ല. സാന്ദ്ര ഞങ്ങളുടെ ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അപർണ കുറുപ്പിന് നൽകിയ അഭിമുഖത്തിൽ Q18 ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മമ്മൂട്ടി തന്നെ വിളിച്ചു എന്ന കാര്യം നേരത്തെ സാന്ദ്ര തുറന്നു പറഞ്ഞിരുന്നതാണ്. അത് ആരോപണ വിധേയനായ, താൻ ആരോപണം ഉന്നയിച്ച, തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി വിളിച്ചു എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ആരോപണം. അതിൽ കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മമ്മൂട്ടി തന്നെ വിളിച്ച് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എന്ന് സാന്ദ്ര പറയുകയാണ്. മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ആ നിലപാട് അതീവ പ്രയാസമുണ്ടാക്കി. എപ്പോഴും പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നടക്കുന്നവരാണ് സിനിമയിലെ സൂപ്പർ താരങ്ങളെന്ന് സാന്ദ്ര തുറന്നടിക്കുന്നു. സാന്ദ്രയുടെ ആ വാക്കുകൾ കേൾക്കാം. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നു, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിനകത്തും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണ് അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നത് അവരുടെ നിലപാടാണ്. ഹേമ കമ്മിറ്റിക്ക് ശേഷവും ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിലുണ്ട്. പക്ഷേ അതിൻ്റെ രൂപം, രീതിയും മാറിയെന്നേ ഉള്ളൂ എന്ന ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് സാന്ദ്ര ഉന്നയിച്ചത്.